ഞാൻ പറയാം, എല്ലാവരും പറയില്ല. ചിലർക്ക് പോസ്റ്റിന് വേണ്ടി ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളുടെ പോസ്റ്റിന് വേണ്ടി എന്തിനും തയ്യാറുള്ളവരുണ്ടാവാം, ഇല്ലായിരിക്കാമെന്നൊന്നും ഞാൻ പറയുന്നത്. എല്ലാ മേഖലകളിലില്ലേ, അത് തൊഴിൽ മേഖലകളില്ലേ ഇല്ലേ, അങ്ങനെയുള്ളവരുണ്ടാവും. പക്ഷെ അല്ലാതെ ലൈഫിൽ വാല്യൂ കൽപ്പിച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒട്ടനവധി വനിതകളുണ്ട്. ഇല്ലെന്ന് പറയട്ടെ, ഞാൻ ആരെയും സംശയത്തിൽ നിർത്തല. എന്നെ കണ്ടാൽ കിണ്ണം കിട്ടും. എൻ്റെ കയ്യിൽ തെളിവുണ്ടെന്നേ, പക്ഷെ അവരുടെ പെർമിഷനും കൂടി വേണ്ട എനിക്ക്. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കുക. അത് എത്ര, കാരണം അതെൻ്റെ ഒരു അന്തസ്സിൻ്റെയും കൂടി പ്രശ്നമാണ്, പ്രസ്റ്റീജാണ്. ആരുടെ 3 പേരുടെ തെളിവുണ്ട് എൻ്റെ അടുത്ത്, ഒരാളുടെ അല്ല. അത് ഞാൻ പറയുന്നത് അവരുടെ പെർമിഷൻ ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയിപ്പിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെയുള്ള ഒരു നല്ല ടീമും പ്രവർത്തിക്കുന്നുണ്ട്. അല്ല ഇപ്പൊ എല്ലാ സീനിയർ പ്രവർത്തകരും ഞാനായിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ വിവിധ പാർട്ടികളായതുകൊണ്ട് നമ്മളിപ്പോൾ അത്രയും അടുപ്പമില്ലല്ലോ. നമ്മളെ പാർട്ടിയിൽ ഒരുമിച്ചുള്ളത് പോലെ ഈ പാർട്ടിയിൽ ഇനിയിപ്പം മുസ്ലിമായിട്ട് ഒരു, അറിയാമോ എന്ന് എനിക്കറിയില്ല, ഒരു ജമീല ഇബ്രാഹിം ഉണ്ടായിരുന്നു. ജമീല ഇബ്രാഹിം ഇന്ദിരാജിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തൊരു വനിതാ നേതാവാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ആദരിക്കുന്നത്. ഇപ്പം കൊല്ലത്താണ്, ഞാൻ ഈ അടുത്ത് അവരെ പോയി കണ്ടിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ 42 വർഷം അവരുടെ സ്പീച്ച് കേട്ടാൽ നിങ്ങൾ കൊതിച്ചു പോവും. അത്രയ്ക്ക് നല്ല ആക്സെൻറ്റും അത്രയ്ക്ക് എന്താ പറയുക, ഇന്ന് അവരുടെ അത്രയും ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ അറിയുന്നൊരു ലേഡി ഉണ്ടോയെന്ന് അറിയില്ല. അവർക്ക് ഈ 42 വർഷത്തിനുള്ളിൽ ഒരു തവണ രാജ്യസഭയിൽ പോകാനൊരവസരം കൊടുക്കായിരുന്നല്ലോ. മരിക്കുമ്പോൾ ഒരു മുൻ രാജ്യസഭാ അംഗം എന്തെങ്കിലും പറയാമായിരുന്നല്ലോ. അവരൊക്കെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതല്ലേ, ക്വാളിഫൈഡ് ആയിരുന്നില്ലേ? എന്തുകൊണ്ട് കൊടുത്തില്ല? ഇനി ഷാനിമോളുടെ അയോഗ്യത എന്താ? ഷാനിമോള് 50 വയസ്സ് കഴിഞ്ഞു എന്നുള്ളതാണ് അയോഗ്യത. പാവ ഷാനിമോള് പേടിച്ചിട്ടാട്ടോ പ്രതികരിക്കാത്തേ. കാരണം പാവ ഇനി എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുവാണ്. കിട്ടട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇല്ലേ, മെറിറ്റ് എവിടെയാണ് തഴയപ്പെട്ടത്? അതൊന്നും ഞാൻ പറയില്ല. മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് കെ സുധാകരനോട് കാര്യങ്ങളെല്ലാം അയ്യോ, അദ്ദേഹത്തോട് ആരെന്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നന്മയുള്ള വ്യക്തിയാട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് സഹായിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് പേടിയാണ്. അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ്. കാരണം ഈ വി ഡി സതീശൻ എന്ന വ്യക്തി, ഞാൻ പേരെടുത്ത് പറയാണ്, എൻ്റെ ഒപ്പം ഒന്നും ഭാരവാഹിയായിട്ടില്ല, മനസ്സിലായോ? പക്ഷെ അദ്ദേഹത്തിനുണ്ടല്ലോ, അദ്ദേഹം കേന്ദ്ര ഡിഫൻസ് മന്ത്രിയുടെ കായ് അങ്ങോട്ട് തട്ടി മാറ്റും. പിന്നെ KPCC പ്രസിഡന്റ് മൈക്കൊക്കെ പിടിച്ച് പറിച്ച് വാങ്ങിക്കും. പിന്നെ UDF കൺവീനറിൻ്റെ എവിടെയൊക്കെയാണ് തട്ടണമെന്ന് എനിക്കറിയില്ല. ഇന്നാളെ ഞാൻ മറന്നുപോയത്, ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നല്ലോ, ഈ പാർലമെൻറ്റ് ഇലക്ഷൻ. അപ്പോൾ അദ്ദേഹത്തിനെ എന്തോ ചെയ്യണമുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഈ ഓരോരുത്തരെയും, രമേശ് ചെന്നിത്തലയാണ് പിന്നെ മുന്നിൽ നിന്ന് പിന്നിൽ നിന്നാണ് എവിടേക്കാണ് കുത്തിയത്, കഴുത്തറുത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ആ പാവത്തിനോട് തന്നെ ചോദിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ സിമി റോസ്ബെൽ ജോൺ നിർഭയയാണ്, മരണത്തെ പേടിക്കുന്നില്ല. ഈ അടുത്ത ശ്വാസം എനിക്ക് ദൈവം തന്നാലേ ഉള്ളൂ, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ 5 വർഷം നിശബ്ദയായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവം എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്.